നമസ്കാരം. പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ അമ്മൂമ്മമാരും അമ്മമാരും ഒക്കെ വറുത്ത് പൊടിച്ചെടുക്കുന്ന ആ ഒരു സാമ്പാർ പൊടിയുടെ മണം ഓർമ്മയുണ്ടോ? ആ ദിവസം വീട് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രത്യേക തരം കൊതിപ്പിക്കുന്ന ഒരു മണം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് 8 മാസത്തിൽ കൂടുതൽ കേടുവരാതിരിക്കുന്ന നല്ല ഒന്നാം തരം സാമ്പാർ പൊടിയുടെ റെസിപ്പി ആയിട്ടാണ്. ഈ റെസിപ്പിയിൽ കായം മൂപ്പിക്കുന്നതിന് എൻ്റെ അമ്മ ചെയ്യുന്ന ഒരു പ്രത്യേക തരം ട്രിക്ക് കൂടി ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ സാമ്പാർ പൊടിയുടെ റെസിപ്പി കണ്ടാലോ? എന്നാ വായോ, വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിന് എന്തൊക്കെ വേണമെന്ന് നമുക്കൊന്ന് നോക്കാം. കുരുമുളക് 5 ടേബിൾ സ്പൂൺ, ഉലുവ 5 ടേബിൾ സ്പൂൺ, ജീരകം 2.5 ടേബിൾ സ്പൂൺ, മല്ലി 3 കപ്പ്, കായം 50 ഗ്രാം, സാമ്പാർ പരിപ്പ് 1.5 കപ്പ്, അരി 1 കപ്പ്, ഉഴുന്ന് 1 കപ്പ്, വറ്റൽമുളക് 200 ഗ്രാം, പിരിയൻമുളക് 125 ഗ്രാം, ആവശ്യത്തിന് ഉപ്പ്. ഇതിൽ കായം ഒഴിച്ച് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലപോലെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ വറക്കുന്നത്. ഒന്നിലും വെള്ളത്തിൻ്റെ അംശം ഇല്ലാതെ നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് വേണം വറക്കാനെടുക്കാനേ. ഇനി നമുക്ക് കട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കണം. പാത്രം ചൂടാകുമ്പം നമ്മുടെ പിരിയൻ മുളകിട്ട് നല്ലപോലെ വറുത്തെടുക്കണം. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം എണ്ണയൊന്നും ചേർക്കാതെയാണ് കേട്ടോ വറുത്തെടുക്കുന്നത്. എണ്ണയൊന്നും ഉപയോഗിക്കാതെ മൂപ്പിച്ചെടുക്കുന്നതിനെ ഓട്ടുവറവ് എന്നാണ് കേട്ടോ പറയുന്നത്. നമ്മൾ മുളക് മൂപ്പിക്കുന്നതിന് മുന്നേ തന്നെ മാസ്ക് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. നല്ലപോലെ തുമ്മലൊക്കെ വരും, അത് നമുക്കും നല്ലതല്ല, നമ്മുടെ പൊടിക്കും നല്ലതല്ല. പിരിമുളക് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ടേ. നമ്മളിത് മാറ്റിയെടുക്കുമ്പോഴത്തേക്കും തീ ഓഫ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ കോരി എടുക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ളത് ആ പാത്രത്തിൽ കിടന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കോരുന്നതിന് മുമ്പായിട്ട് തീ ഓഫ് ചെയ്തിട്ട് എല്ലാം കോരി എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി തീ ഓൺ ചെയ്ത് വറ്റൽമുളക് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. വറ്റൽമുളക് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം. മാറ്റുന്നതിന് മുന്നേ തീ ഓഫ് ചെയ്തൊന്ന് നമ്മൾ നോക്കണേ. ഇനി 3 കപ്പ് മല്ലിയിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് വറുത്ത് കോരുന്നത് കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ചല്ല, സെപ്പറേറ്റ് ആയിട്ടാണ് ഓരോന്നും വറുത്തെടുക്കുന്നത്. മല്ലിയുടെ കളറൊക്കെ ഒന്ന് മാറി ഒരു മൂത്ത മണം വരുമ്പോൾ മല്ലി നമുക്ക് കോരിയെടുക്കാം. 1 കപ്പ് ഉഴുന്നാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം നമ്മുടെ പാത്രം നല്ല ചൂടായിട്ടായിരിക്കും ഇരിക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഉഴുന്നിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ചെറിയ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതാണ് ഉഴുന്നിൻ്റെ പാകം. ഇനി സാമ്പാർ പരിപ്പിട്ട് മൂപ്പിച്ചെടുക്കണം. ഞങ്ങളിവിടെ കടലപ്പരിപ്പ് യൂസ് ചെയ്യുന്നില്ല കേട്ടോ. കടലപ്പരിപ്പ് വേണം എന്നുള്ളവർക്ക് 1/2 മുതൽ 1 കപ്പ് വരെ യൂസ് ചെയ്യാം. ഞങ്ങളിവിടെ ഉപയോഗിച്ചപ്പോൾ കറിക്ക് കുറച്ച് കുറുകൽ കൂടുതൽ പോലെ തോന്നിയതുകൊണ്ട് കടലപ്പരിപ്പ് ഞങ്ങളിവിടെ ഉപയോഗിക്കാറില്ല കേട്ടോ. ഇനി 1 കപ്പ് അരിയിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. ഇനി 5 ടേബിൾ സ്പൂൺ ഉലുവയിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. ഉലുവ മൂപ്പിച്ച് മാറ്റിയതിന് ശേഷം കുരുമുളക് ചേർത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കണേ. അടുത്തത് 2.5 ടേബിൾ സ്പൂൺ ജീരകം ചേർത്ത് മൂപ്പിച്ചെടുക്കാം. ഇനി നമ്മുടെ പൊടിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ ഉപ്പ് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനിയാണ് ഞാൻ പറഞ്ഞ ട്രിക്ക്, കായം എങ്ങനെ വറുത്തെടുക്കുന്നതെന്ന് കാണിച്ചു തരാം. ഉപ്പ് ചെറുതായിട്ടൊന്ന് ഇളക്കി നമ്മൾ എടുത്തു വെച്ച കായ കഷ്ണം ഉപ്പിലോട്ട് ചേർക്കണം. ഉപ്പ് ചൂടാകുന്നതനുസരിച്ച് നമ്മുടെ കായും ആ ഉപ്പിൻ്റെ കൂടെ കിടന്ന് നല്ലപോലെ മൂത്ത് വരും കേട്ടോ. കായം തമ്മിൽ ഒട്ടുകയോ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല കേട്ടോ. കായം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വേണേ നമ്മൾ ഇടാൻ. ഇങ്ങനെ ചെയ്യുന്നത് കായ കഷ്ണത്തിൻ്റെ ഉള്ളു വരെ നല്ലപോലെ മൂത്ത് വരാൻ സഹായിക്കും. ഈ രീതിയിൽ കായം മൂപ്പിക്കുന്നത് നമ്മുടെ പൊടിക്ക് കുറച്ചും കൂടെ സ്വാദ് കൂടാനും കൂടെ ഒരു രഹസ്യക്കൂട്ടാണ് കേട്ടോ. ഓവനിൽ വെച്ച് കായം നമുക്ക് വറുത്തെടുക്കാൻ പറ്റും കേട്ടോ. 2 സൈഡും തിരിച്ചും മറിച്ചും വെച്ച് ഓവനിൽ വെച്ച് നമുക്ക് വറുത്തെടുക്കാം. ഇത് കണ്ടോ, നമ്മുടെ കായം ഒന്ന് ഞാൻ പൊടിച്ച് കാണിച്ചു തരാമേ. നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. കായം ഇതുപോലെ ഉപ്പിലിട്ട് മൂപ്പിക്കുന്നത് നമ്മുടെ പൊടി കുറേ നാൾ കേടുകൂടാതിരിക്കാൻ അത് സഹായിക്കും കേട്ടോ. ഇത് നമുക്ക് മില്ലിൽ കൊടുത്തും പൊടിക്കാം. ഞങ്ങളിവിടെ വീട്ടിൽ തന്നെയാണ് പൊടിക്കുന്നത്. ഇനി വറുത്ത വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലപോലെ ഇളക്കി മിക്സാക്കി വെക്കണേ. ദാ ഇത് നോക്കിയേ, നമ്മുടെ മുളക് ഒന്ന് തൊട്ട് നോക്കിയതേ ഉള്ളൂ, അപ്പോഴത്തേക്ക് തന്നെ അത് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മുടെ എല്ലാ സാധനവും നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്.
നമ്മൾ വറുത്ത് വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലപോലെ തണുത്തിട്ട് നമുക്കിനി ഇത് പൊടിച്ചെടുക്കാം. ഞങ്ങളിവിടെ കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും ഇവിടെ വറക്കാനായിട്ട് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. അത് സെപ്പറേറ്റ് കറി വെക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർക്കുകയാണ് ചെയ്യുന്നത്. അവിടെ വേണമെങ്കിൽ കറിവേപ്പിലയും മഞ്ഞളും ഇതുപോലെ വറുത്ത് ഇതിൻ്റെ കൂടെ പൊടിച്ച് ചേർക്കാം കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെയാണ് പൊടിക്കുന്നതെങ്കിൽ ഒരു മാസ്കോ അല്ലെങ്കിൽ കർച്ചീഫോ നമ്മൾ മുഖത്ത് കെട്ടി ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. നല്ല പോലെ നമ്മൾ തുമ്മുന്നത് നമുക്ക് നല്ലതല്ല, നമ്മുടെ പൊടിക്കും നല്ലതല്ല. നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും നല്ല പോലെ പൊടിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. സാമ്പാർ പൊടി ഞങ്ങൾ പൊടിച്ച് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടേ ഇല്ല. അപ്പോൾ 7-8 വർഷമായിട്ട് ഞങ്ങൾ ഇതുപോലെ സാമ്പാർ പൊടി പൊടിച്ചാണ് ഉപയോഗിക്കുന്നത്. വിദേശത്ത് താമസിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ പോകുമ്പോൾ ഇതുപോലെ കുറച്ച് പൊടി പൊടിച്ചു കൊടുത്തു വിട്ടാൽ അവർക്കത് കേടുകൂടാതെ കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റും. നല്ലപോലെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയ കുപ്പിയിലോട്ട് നമ്മുടെ പൊടി മാറ്റാം. ഒരു 8 മാസത്തിൽ കൂടുതൽ ഞങ്ങൾക്ക് ഈ പൊടി കേടുവരാതെ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടേ. അപ്പോഴത്തേക്കും പൊടി തീരും. പിന്നെ ഞങ്ങൾ രണ്ടാമത് പിന്നെയും ഇതുപോലെ പൊടിച്ചു വെക്കും. സാമ്പാറിന് നല്ല മണവും രുചിയും കളറും കിട്ടുന്ന നമ്മുടെ സാമ്പാർ പൊടി റെഡിയായി. ഇനി ഇത് നല്ലപോലെ അടച്ച് സൂക്ഷിക്കണം. നമ്മുടെ സാമ്പാർ പൊടി ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട ഒരാവശ്യമില്ല കേട്ടോ. ആവശ്യമനുസരിച്ച് കുപ്പിയിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ മതി. ഇവിടെ സാമ്പാർ പൊടി ഉണ്ടാക്കുമ്പം ആ ദിവസത്തെ ഡേറ്റ് കൂടി അതിൽ ഒട്ടിച്ച് വെക്കും കേട്ടോ, പിന്നീട് നോക്കുമ്പോൾ നമുക്കൊന്ന് അറിയാൻ. അപ്പം നമ്മുടെ സാമ്പാർ പൊടി റെസിപ്പി ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ആ കമൻറ്റിലൂടെ പറയണേ. കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. അപ്പം മറ്റൊരു നാടൻ റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ.